ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ചളവറ ഭാഗത്തേക്കുള്ള പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി വൺ ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി എംഎൽഎ. റോഡ് നവീകരണം വൈകാൻ വിജിലൻസ് കേസും സാങ്കേതിക തടസ്സങ്ങളുമാണ് കാരണമായതെന്ന് എംഎൽഎ പി മമ്മിക്കുട്ടി വ്യക്തമാക്കി. ചെർപ്പുളശ്ശേരി ചളവറ റോഡിന്റെ തകർന്ന അവസ്ഥയും യാത്രക്കാർ നേരിടുന്ന ദുരിതവും വൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി എംഎൽഎ രംഗത്തെത്തിയത്. ചളവറ റോഡിന്റെ ഒരു സ്ഥിതി ഈ രൂപത്തിൽ ആയതിനെ നമ്മളാരും അതിൻ്റെ ഉത്തരവാദിയല്ല. നമ്മൾ എംഎൽഎ ആയി വന്നതിന് ശേഷമാണ് ആ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള സാങ്കേതിക നടപടി ആരംഭിച്ചപ്പോഴാണ് അതിന് കുറച്ചു കാലം മുമ്പ് ഒരു വിജിലൻസിൽ പരാതി, ആരോ ഒരാൾ രാജ്യസ്നേഹിയാവാം അല്ലെങ്കിൽ രാജ്യദ്രോഹിയാവാം, വിജിലൻസിലൊരു പരാതി കിടക്കുമ്പോൾ 3 കൊല്ലമായി അവിടെ കിടക്കുന്നു. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത് പോയി, ചില ആളുകൾ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാങ്കേതിക കാരണം പറഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു പൈസയും വെക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അവസാനം നമ്മൾ ഗവൺമെൻറ് സെക്രട്ടറി, PWD സെക്രട്ടറി ഇവരെ കൂടി കണ്ട് PWD ആ കേസ് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നോട്ടെ, അതിന് കുഴപ്പമില്ല, അത് റോഡ് കൂടെ ഇപ്പോൾ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പ്രത്യേക സ്കീമിൽ മന്ത്രിയെ കണ്ടും അതുപോലെ തന്നെ PWD സീനൊക്കെ കണ്ടുകൊണ്ട് ഞാൻ 5 കോടി രൂപ അതിന് വേണ്ടി അനുവദിച്ചു. അപ്പോൾ അതിനുമായുള്ള സാങ്കേതികമായ നടപടി ആരംഭിച്ചപ്പോഴും സാങ്കേതികമായി ഈ അഭിപ്രായം വരില്ലോ, താഴ്ന്ന് എഞ്ചിനീയർമാർ മുതലുള്ള ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കേസുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ തന്നെ അവസാനമാകുമ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിജിലൻസ് എൻക്വയറി തൽക്കാലം ഡിസ്പോസ് ചെയ്തു. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ നിലനിന്നിരുന്ന വിജിലൻസ് കേസ് കാരണം പദ്ധതിക്ക് വലിയ കാലതാമസം നേരിട്ടുവെന്നാണ് എംഎൽഎയുടെ വിശദീകരണം. എന്നതിന് ശേഷം അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് ടെൻഡറിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ ഈ ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ വെള്ളം മറ്റേ ചളവറക്ക് പോകുന്നത് ഈ റോഡ് കൂടെ. അതെ, ഇങ്ങനെ കയറിയിട്ട് ഈ എലിയപ്പറ്റ റോഡിന് പോകണം, നിങ്ങൾ കണ്ടല്ലേ? അതോ വലിയ പൈപ്പാണ്, ചെറിയ പൈപ്പല്ലല്ലോ, അത് പമ്പിങ് മെയിനാണത്. വേറെ കുറേ റോഡിൻ്റെ നടുവിൽ കൂടെ ചാലുണ്ടാക്കണം എന്നാണ്. അപ്പോൾ ഈ ടെൻഡറിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോഴാണ് അതിൻ്റെ മുകളിൽ വർക്കുണ്ടെന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാർ അതിൻ്റെ ക്ലെയിം ഉന്നയിക്കുന്നു. ചളവറ ടാങ്കിലേക്ക് ഇദ്ദേഹം വഴിക്കല്ലാതെ വെള്ളം കൊണ്ടുപോകുന്ന വൃത്തിയില്ല. അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടികളൊക്കെ വന്നു. അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ കൂടി ഇടപെട്ടിട്ടാണ് അവസാനം പൈപ്പ് ലൈൻ നടത്തി റോഡിൻ്റെ മധ്യഭാഗത്ത് കൂടെ. ആ പൈപ്പ് ലൈൻ നടത്തി കഴിഞ്ഞാൽ അതിന് പിന്നെ GSP ഇട്ട് കോൺക്രീറ്റ് ടാർ ചെയ്യേണ്ടത് ഇവരാണ്. ആ വർക്ക് ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുള്ളൂ. വാട്ടർ അതോറിറ്റിക്കാർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഈ റോഡ് ടെൻഡർ വെക്കാൻ സാങ്കേതികമായ നടപടി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർക്കിൻ്റെ പിന്നെ ASഉം CS ഇലക്ഷൻ്റെ സമയത്താണ് അത് വന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അവിടെ പോയി നമ്മുടെ ക്ഷേത്രം ഉണ്ടല്ലോ ഇവിടെ കയറുന്നത്, EMS റോഡ് ചെന്ന് കയറുന്ന അവിടെ മുതൽ ചളവറ വരെയാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 2-3 കൾവർട്ടുകൾ വരും, മനസ്സിലായില്ലേ? കൾവർട്ടിൻ്റെ പണി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് റോഡ് എലിയപ്പറ്റ ചളവറ എന്നാണ്. അപ്പോൾ ഏറ്റവും ഡാമേജ് കൂടിയ ഈ പ്രദേശത്ത് നിന്ന് അരേക്കാവമ്പലം, എന്താ അമ്പലത്തിൻ്റെ പേര്, അവിടുന്ന് അങ്ങോട്ട് ചളവറ വരെ സ്കൂൾ വരെയാണ് ഇപ്പോൾ അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സന്ദർഭത്തിലാണ് ചളവറയിൽ വന്നാണ് കയറിയ ഹൈസ്കൂൾ വരെ ഇപ്പോൾ ചളവറ ടൗൺ നവീകരണത്തിൻ്റെ ഒരു വർക്കുണ്ട്, ടൗൺ ഇമ്പ്രൂവ്മെൻ്റ് എന്നാണ്. അത് വേറെ ബഡ്ജറ്റിൽ 1 കോടി രൂപ വെച്ചിട്ടാണ്. കാരണം അവിടെ വെള്ളം പോകാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രൈനേജ് മറ്റ് കാര്യങ്ങൾ മാത്രമല്ല 2 ഭാഗത്തും കോൺക്രീറ്റ്, അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? ആ പണി ആ റോഡിൻ്റെ വർക്ക് ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേന് ഇതിൻ്റെ വർക്ക് പൂർത്തിയാവണം. അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കലായുള്ള ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. റോഡിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടൽ ഫലപ്രദമായി നടത്തി എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ രൂപത്തിലായിട്ടുള്ളത് നടത്തും. അതല്ലെങ്കിൽ വിജിലൻസ് കേസ് അറിഞ്ഞ് അവിടെ കിടക്കാം, നമുക്കൊന്നും പേര് പ്രശ്നം. ഞാനെന്താ ചെയ്യുക, വിജിലൻസ് കേസാണല്ലോ. എവിടെയെങ്കിലും വിജിലൻസ് കേസ് വന്നാൽ അതെങ്കിലും സമയത്തിനനുസരിച്ച് പൂർത്തിയാക്കിയിട്ട് കാര്യം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ന്യായം പറയാതെ തന്നെ അതിൻ്റെ പിന്നാലെ നടന്ന് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം ഞാൻ വന്നേ മുതൽക്ക് അത് ടേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഇങ്ങനൊരു ഏർപ്പാടുണ്ടായത്. അല്ലെങ്കിൽ അതും
മുണ്ടാതെ കുത്തിയിരുന്നാലേ ഇവരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉദ്യോഗസ്ഥന്മാർ പറയാം. അപ്പം അതുകൊണ്ട് എന്തായാലും ഈ ഇവിടുന്ന് അതുവരെ ചളവറ വരെ റോഡ് മനോഹരമാക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കേസ് നീണ്ടുനിന്ന കാലയളവിൽ നിരവധി ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചിലർ മരണപ്പെടുകയും ചെയ്തത് നടപടികളെ പ്രതികൂലമായി ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേസ് നിലനിൽക്കുമ്പോഴും റോഡിന്റെ ദുരവസ്ഥയും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി സർക്കാരിന് പരാതി നൽകിയിരുന്നുവെന്നും MLA വ്യക്തമാക്കി. തുടർന്ന് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ട സാഹചര്യമുണ്ടായതും നവീകരണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമായി. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതിനാവശ്യമായ വാട്ടർ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലും കാലതാമസം നേരിട്ടതായി MLA പറഞ്ഞു. വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നതാണ് പദ്ധതിയെ പിന്നോട്ടടിപ്പിച്ചതെങ്കിലും അവ ഓരോന്നായി പരിഹരിച്ചു വരികയാണ്. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MLA ഉറപ്പു നൽകി. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചപ്ലശ്ശേരി.